പീരുമേട് കരടിക്കുഴി AVT കമ്പനി എസ്റ്റേറ്റിലെ നവീകരിച്ച ലയങ്ങളുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. സംസ്ഥാന തലത്തിൽ തുടക്കം കുറിച്ച ലയം ഹൗസിംഗ് സ്കീം പദ്ധതി പ്രകാരം ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് പ്രവൃത്തി നടപ്പാക്കുന്നത്. നിലവിൽ AVT കമ്പനി എസ്റ്റേറ്റിലെ ലയങ്ങളുടെ നവീകരണമാണ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ശേഷിക്കുന്ന 73 ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. നവീകരിച്ച ലയങ്ങൾ സന്ദർശിച്ച മന്ത്രി തോട്ടം തൊഴിലാളികൾക്കൊപ്പം ഫോട്ടോയും എടുത്താണ് മടങ്ങിയത്. മേഖലയിലെ തൊഴിലാളികളുടെ ലയങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് മുഖ്യമന്ത്രി തന്നെ ഒരു നവീകരണ പദ്ധതിയും നിർമ്മാണ പദ്ധതിയും പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പ്ലാന്റേഷൻ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ വന്നതിന് ശേഷം ബജറ്റിൽ 10 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഇത്തവണ 42.5 കോടി രൂപയുടെ DPRകൾക്ക് അംഗീകാരം നൽകി. അതിൽ 9.5 കോടി രൂപ സബ്സിഡിയായിട്ട് പ്ലാന്റേഴ്സിന് നൽകുന്നുണ്ട്. അതിൽ നവീകരിച്ച 10 ലയങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇനി 83 കൂടി AVTയുടെ ഇവിടെ നവീകരിക്കാനുണ്ട്. ഇതുകൂടാതെ മറ്റ് പ്ലാന്റേഷനുകളിലും ലയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. മൂന്നാറ് വലിയ തോതിലുള്ള പുതിയ നിർമ്മാണം നടക്കുന്നുണ്ട്. അതോടുകൂടി അതിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം അവിടെ നിർവഹിക്കും എന്നാണ് കണക്കാക്കുന്നത്. തൊഴിലാളികളുടെ ജീവിതാവസ്ഥയിൽ മാറ്റമുണ്ടാക്കാനായി സർക്കാർ ശ്രമിക്കുകയാണ്. കരടിക്കുഴിയിൽ ലയങ്ങളുടെ നവീകരണത്തിനായി 8.33 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. കരടിക്കുഴിയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, AVT കമ്പനി ജനറൽ മാനേജർ S ജിക്കുഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P ഹരിഹരൻ, N സുകുമാരി, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് അംഗം R തിലകൻ, വ്യവസായ വാണിജ്യ വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ ആൻഡ് ഡയറക്ടർ P വിഷ്ണുരാജ്, വാണിജ്യ വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ R രാജീവ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.